Inline check. First year occupational theory. Volume 12. Hazards at workplace. ജോലി സ്ഥലത്ത് അതായത് ഫാക്ടറിയിൽ വരുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്? A hazard is any agent which can cause harm, damage or injury to human beings and their environment. ഒരു ഹസാർഡ് എന്ന് പറയുന്നത് മനുഷ്യന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന് ഹാനികരമായ ആരോഗ്യത്തിനോ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്നതുമായ കാര്യമാണ്. There is always a threat to health and safety of people at workplace. ഒരു ഫാക്ടറി സംവിധാനത്തിൽ എപ്പോഴും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ആരോഗ്യത്തിനും സുരക്ഷിതത്വത്തിനും ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മെക്കാനിക്കൽ ഹസാർഡ്സ്, യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിലൂടെ വരുന്ന എന്തെങ്കിലും അപകടങ്ങൾ. കെമിക്കൽ ഹസാർഡ്സ്, രാസവസ്തുക്കൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ. ഉദാഹരണത്തിന് ആസിഡ് അല്ലെങ്കിൽ അതുപോലെ പൊള്ളലേൽപ്പിക്കുന്ന രാസവസ്തുക്കളോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിക്കുന്ന രാസവസ്തുക്കളോ. ഫിസിക്കൽ ഹസാർഡ്സ്, ശരീരത്തിന് ഭൗതികമായിട്ട് അപകടം വരുത്തുന്ന. ഉദാഹരണത്തിന് ഒരുപാട് സമയം നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം രീതിയിൽ ചുമടെടുക്കുകയോ അല്ലെങ്കിൽ ഭാരം വരുന്ന രീതിയിലുള്ള പ്രവർത്തനം ഫിസിക്കൽ ഹസാർഡ്സ് ആയി മാറും പിന്നീട്. ബയോളജിക്കൽ ഹസാർഡ്സ്, മനുഷ്യ ശരീരത്തിന്റെ ജന്തുശാസ്ത്രപരമായിട്ടുള്ള അപകടങ്ങൾ. ഉദാഹരണത്തിന് ആസ്മയോ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് എന്തെങ്കിലും ഒക്യുപേഷണൽ ഹസാർഡ്സ്. പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ഇൻ ആൻ അപ്പാരൽ യൂണിറ്റ്. ഒരു അപ്പാരൽ ഫാക്ടറിയിൽ എന്തൊക്കെയാണ് അപകട സാധ്യതകൾ എന്ന് നോക്കാം. ഫിസിക്കൽ ഹസാർഡ്സ്, എക്സാമ്പിൾ റെസ്പിറേറ്ററി പ്രോബ്ലംസ്, occupational hearing, vision loss, postural defects, falls, accidents, etc. ഫിസിക്കൽ ഹസാർഡ്സ് ആയ ശ്വാസ തടസ്സങ്ങളോ അല്ലെങ്കിൽ ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, കേൾവി അല്ലെങ്കിൽ കാഴ്ച കുറയുക, ശരീരത്തിന്റെ പോസ്ചർ അതായത് നിൽപ്പനുസരിച്ചുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ, വീഴ്ച കൊണ്ടുണ്ടാകുന്നതോ അല്ലെങ്കിൽ ആക്സിഡന്റ് പോലുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുന്നതായ ഹസാർഡ്സ്. ടു അവോയ്ഡ് ദം ഫോളോ, അവ വരാതിരിക്കുന്നതിനായി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. Wear breathing mask, ear plug, tight dressing, proper footwear and ensure proper lighting and ventilation. പൊടിപടലങ്ങൾ ശ്വാസകോശത്തിൽ കയറാതിരിക്കാൻ ഒരു മാസ്ക് ധരിക്കുക. അതുപോലെ തന്നെ
വലിയ ശബ്ദം കൊണ്ട് കേൾവി കുറവുണ്ടാവാതിരിക്കാനായിട്ട് ഇയർ പ്ലഗ് ധരിക്കുക. നല്ല ടൈറ്റായിട്ടുള്ള അല്ലെങ്കിൽ യന്ത്രത്തിലൊന്നും കുടുങ്ങാതെ ഇരിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുക. ശരിയായ രീതിയിലുള്ള ഷൂസ് അല്ലെങ്കിൽ പാദരക്ഷ ധരിക്കുക. അത് കാലിൽ എന്തെങ്കിലും കനമുള്ള വസ്തുക്കൾ വീണാൽ മുറിവുണ്ടാകാതിരിക്കും. അതുപോലെ തന്നെ വീഴ്ചയിലും മറ്റും അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്കുകളൊക്കെ ഒഴിവാക്കാനായിട്ട് ഷൂസ് അല്ലെങ്കിൽ ഫുട്വെയർ സഹായിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വെളിച്ചവും വായുസഞ്ചാരവുമുള്ള ജോലി സ്ഥലവും ഉറപ്പാക്കണം. Always work with right posture. Keep the stand machines at height till the bust level and straight wrist position to avoid bending of your neck and back for a long time. പണിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന മനുഷ്യന്റെ നിൽപ്പ് അല്ലെങ്കിൽ എന്താ പറയുക, അതിന്റെ പോസ്ചർ കൃത്യമായിട്ട് രീതിയിൽ നമ്മൾ സൂക്ഷിക്കണം. അതിനായിട്ട് എപ്പോഴും നമുക്ക് കൈകൊണ്ടാണ് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നെഞ്ചിന്റെ ഉയരത്തിന് തുല്യമായ രീതിയിൽ സ്റ്റാൻഡും യന്ത്രങ്ങളും സെറ്റ് ചെയ്യുക. കൂടാതെ കൂടുതൽ നേരം നടുവ് വളഞ്ഞോ അല്ലെങ്കിൽ കഴുത്ത് വളച്ചോ ഇരിക്കുന്ന രീതിയിലുള്ള പോസ്ചറുകൾ ഒഴിവാക്കണം. യൂസ് wrist rests to avoid strain and hand wrist joint. അതായത് നമ്മുടെ കൈപ്പത്തി എവിടെയെങ്കിലും അല്ലെങ്കിൽ കൈ എവിടെയെങ്കിലും താങ്ങി വെച്ച് വേണം ജോലി ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് റിസ്റ്റിന്, അതായത് കൈപ്പത്തിക്ക് അല്ലെങ്കിൽ ആ ജോയിന്റിന് സ്ട്രെയിൻ ഉണ്ടാക്കും. Take short breaks from long sittings, maybe after an hour or two, to relax the strain in the back. ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറിൻ്റെ ഇടയ്ക്ക് ഇടവേളകളിൽ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ബാക്കിന്, അതായത് നട്ടലിനുണ്ടാകുന്ന സ്ട്രെയിൻ കുറയ്ക്കേണ്ടതാണ്. അടുത്ത് വരുന്ന ഫയർ ഹസാർഡ്സ്. തീ കൊണ്ടുള്ള അപകടങ്ങൾ എന്തെല്ലാം ഉണ്ടാവാം. ഇത് വളരെ സാധാരണയാണ് ഒരു ഗാർമെന്റ് യൂണിറ്റിൽ. കാരണം അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഉദാഹരണത്തിന് തുണിയും കോട്ടണും അതുപോലെയുള്ള കെമിക്കൽസ് എല്ലാം പെട്ടെന്ന് തീ പിടിക്കുന്നതാണ്. ഇത് ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. Keep fire extinguishers and maintain them. തീ കെടുത്താൻ ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിംഗ്വിഷർ എല്ലായിടത്തും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് കൃത്യമായ ഇടവേളകളിൽ മെയിൻ്റനൻസും പരിപാലനമൊക്കെ നടത്തി വച്ചിരിക്കുന്നതായിരിക്കണം. Ensure proper working of smoke and fire alarms. പുകയോ തീയോ ഉണ്ടായാൽ പ്രവർത്തിക്കേണ്ട അലാംസ് കൃത്യമായി ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. മെയിൻറ്റെയിൻ ഫയർ ഓർ എമർജൻസി എക്സിറ്റ്സ്. തീപിടുത്തം ഉണ്ടായാൽ പെട്ടെന്ന് മനുഷ്യർക്ക് പുറത്തു കിടക്കാനുള്ള സംവിധാനം ഫാക്ടറിയിൽ ഉണ്ടായിരിക്കണം. അതായത് എമർജൻസി എക്സിറ്റ് എന്ന് പറയും. മെയിൻറ്റെയിൻ ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ആൻഡ് ട്രെയിൻഡ് പേഴ്സണൽ. പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള സൗകര്യങ്ങളും അതിന് പരിശീലനം ലഭിച്ച ആൾക്കാരും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് അടുത്തത് കെമിക്കൽ ഹസാർഡ്സ്. Some chemicals can cause hazard in the work area. A worker in the garment industry should practice caution while handling chemicals. വസ്ത്രനിർമ്മാണ
ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കൾ മനുഷ്യന് അപകടം ഉണ്ടാക്കിയേക്കാം. ഇങ്ങനെയുള്ള രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നയാൾ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വേണ്ട മുൻകരുതലുകളും സ്വീകരിക്കണം. അടുത്തത് electrical hazards. Shocks from equipment can lead to brutal and permanent injuries. It is important to operate the machines with adequate training. Wear shock-proof gloves and footwear. ഇലക്ട്രിക്കൽ, അതായത് വിദ്യുശക്തി കൊണ്ട് ഉണ്ടാകുന്ന ഷോക്കുകൾ വളരെ മാരകമായ അല്ലെങ്കിൽ സ്ഥിരമായ ഡാമേജുകൾ മനുഷ്യനിൽ അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഓരോ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനും ആവശ്യത്തിനുള്ള പരിശീലനം തൊഴിലാളികൾക്കുണ്ടായിരിക്കണം. കൂടാതെ ഷോക്ക് അടിക്കാതിരിക്കാനുള്ള ഗ്ലൗസും ഷൂസും ധരിക്കേണ്ടതുമാണ്. Next, some common hazards and potential accidents and their preventive measures. സാധാരണയായി കാണുന്ന അപകടങ്ങളും ആക്സിഡന്റുകളും അതിനെ ഒഴിവാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Common hazards: finger, hand injury during cleaning and repair work. മെഷീൻ റിപ്പയർ ചെയ്യുമ്പോൾ കൈവിരലുകൾക്കുണ്ടാവുന്ന ഡാമേജ് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മുറിവുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അത് നിയന്ത്രിക്കുന്നതിനായിട്ട് the machine must be switched off with the plug removed and must be stationary before cleaning and repair of the work is started. ഏതെങ്കിലും ഒരു മെഷീൻ ക്ലീൻ ചെയ്യാൻ എടുക്കുന്നതിന് മുൻപ് അതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷൻ എല്ലാം നീക്കം ചെയ്ത് മെഷീൻ ചലിക്കാത്ത രീതിയിലുള്ള സ്റ്റേജിൽ മാത്രമേ ക്ലീനിങ് അല്ലെങ്കിൽ റിപ്പയർ തുടങ്ങാവുള്ളൂ. അടുത്തത് ഐ ഇഞ്ചുറി ഫ്രം ബ്രോക്കൺ പാർട്സ് ആക്സിഡന്റലി എൻറ്ററിങ് ദ ഐ. എന്തെങ്കിലും പൊട്ടിയ ഭാഗങ്ങൾ തെറിച്ച് കണ്ണിൽ പതിച്ചിട്ടുണ്ടാകുന്ന ഇഞ്ചുറി, അതിന് പ്രിവെന്റീവ് മെഷറായിട്ടുള്ള വരുന്നത് പ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ദ ഐ ഗാർഡ്സ് ഷുഡ് ബി ചെക്ക്ഡ് ബിഫോർ വർക്ക് സ്റ്റാർട്ട്സ്. സേഫ്റ്റി ഗ്ലാസസ് ഷുഡ് ബി യൂസ്ഡ്. വേണ്ട രീതിയിലുള്ള സേഫ്റ്റി ഗ്ലാസുകൾ ധരിക്കുകയും അതുപോലെ തന്നെ ഐ ഗാർഡ് ഗ്ലാസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജോലി തുടങ്ങുന്നതിന് മുൻപ് ചെക്ക് ചെയ്യുകയും വേണം. നെക്സ്റ്റ്, ഫിംഗർ ഇഞ്ചുറി ഫ്രം നീഡിൽ. കൈവിരലുകൾക്ക് നീഡിൽ, അതായത് തുന്നൽ മെഷീന്റെ നീഡിൽ കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാനായിട്ട് സെറ്റിംഗ് ഓഫ് ദ ഫിംഗർ ഗാർഡ് ഷുഡ് ബി ചെക്ക്ഡ് ബിഫോർ വർക്ക് സ്റ്റാർട്ട്സ്. സ്റ്റിച്ചിങ് മെഷീന്റെ ഫിംഗർ ഗാർഡ് സെറ്റിംഗ് തുന്നൽ തുടങ്ങുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഈസ് ഇഞ്ചുറി ഫ്രം ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് ഓഫ് ഡ്രാഫ്റ്റിംഗ്, കട്ടിംഗ് ആൻഡ് മെഷറിംഗ് ടൂൾസ്. നമ്മൾ കട്ടിങ്ങിലും മറ്റും ഉപയോഗിക്കുന്ന വളരെ മൂർച്ചയുള്ള ഉപകരണങ്ങളിൽ നിന്ന് വരുന്ന ഇഞ്ചുറി, അത് തടയുന്നതിനായിട്ട് ഷീയേഴ്സ് ആൻഡ് നീഡിൽ ഷുഡ് ബി പുട്ട് ഇൻ ദ റൈറ്റ് പ്ലേസ് ആഫ്റ്റർ യൂസ്. ഇങ്ങനെ വരുന്ന നീഡിലുകളും ബ്ലേഡുകളും കൃത്യമായ സ്ഥലത്ത് ഉപയോഗത്തിന് ശേഷം സൂക്ഷിക്കേണ്ടതാണ്. നെക്സ്റ്റ് ഈസ് ഇലക്ട്രിക്കൽ ഇഞ്ചുറി.
Never use a machine with damaged covers, cables, switches, etc. Report the damage immediately. Never try to repair it yourself. ഏതെങ്കിലും യന്ത്രത്തിൽ പൊട്ടിയതോ ഡാമേജ് ആയ കവറുകളോ കേബിളുകളോ സ്വിച്ചസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ അത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ടതാണ്. സ്വന്തമായി റിപ്പയർ ചെയ്യാൻ ശ്രമിക്കരുത്. നെക്സ്റ്റ് ഈസ് ഇന്റേണൽ ഇഞ്ചുറി ഫ്രം ആക്സിഡന്റലി swallowed ഐറ്റംസ്. അബദ്ധവശാൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വിഴുങ്ങി പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന ആന്തരിക അവയവങ്ങൾക്ക് വരുന്ന ഇഞ്ചുറി. Never store items temporarily in the mouth. Place needles etc. in the suitable containers. തുന്നാൻ ഉപയോഗിക്കുന്ന സൂചിയും അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഒരിക്കലും വായിൽ അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടുകൾ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യരുത്. ചുണ്ടുകൾ അവിടെ വയ്ക്കരുത്. അത് വയ്ക്കേണ്ടതായ സ്ഥലത്ത് തന്നെ സൂക്ഷിക്കുക. അടുത്തത് ട്രിപ്പിംഗ് ആൻഡ് ഫോളിംഗ് ഇൻ ദ സറൗണ്ടിങ് വർക്ക് ഏരിയ. എവിടെയെങ്കിലും തട്ടി വീഴുകയോ തടഞ്ഞു വീഴുകയോ ഒക്കെ ചെയ്യുന്നത്. അത് ഒഴിവാക്കാനായിട്ട് വർക്ക് ഏരിയ മസ്റ്റ് ബി ക്ലീൻ ആൻഡ് ടൈഡി. വർക്ക് ചെയ്യുന്ന ഉപരിതലവും തറയും എല്ലാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. അടുത്തത് ഫയർ ഹസാർഡ്സ്. തീപിടുത്തം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ. അത് പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ വെൽഡിങ്ങോ എന്തെങ്കിലും നടക്കുമ്പോൾ ഉണ്ടാകുന്നതായിരിക്കാം. തീപ്പൊരി പാറിയിട്ടുണ്ടാകുന്നത്. അത് നിയന്ത്രിക്കാനായിട്ട് ഇലക്ട്രിക്കൽ കൺട്രോൾ യൂണിറ്റ്സ് ആയ MCB മിനിയേച്ചർ കട്ട് സർക്യൂട്ട് ബ്രേക്കർ, ACB എയർ സർക്യൂട്ട് ബ്രേക്കർ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. സേഫ് ഹാൻഡ്ലിംഗ് ഓഫ് എക്യുപ്മെന്റ്. നമ്മൾ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളോ ഉപകരണങ്ങളോ സുരക്ഷിതമായി ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒന്ന് സിസേഴ്സ് എപ്പോഴും ആവശ്യമുള്ള ഒരു ഉപകരണമാണ്. യൂസ് suitable storage system such as racks, boxes etc. near the working area at a comfortable height to place scissors, blades etc. after use. സിസേഴ്സ് സൂക്ഷിക്കുന്നതിനായിട്ട് വേണ്ട സ്റ്റാൻഡോ റാക്കോ ആവശ്യമായ ഉയരത്തിൽ സെറ്റ് ചെയ്യുക. Secondly, prohibit carrying scissors in pocket or in hand. സിസേഴ്സ് അലക്ഷ്യമായിട്ട് നമ്മുടെ പോക്കറ്റിലോ അല്ലെങ്കിൽ കയ്യിലോ കൊണ്ട് നടക്കരുത്. Third, do not hold scissors with the sharp sides up. Do not use it when the middle screw is loose. സിസേഴ്സിന്റെ മൂർച്ചയുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ അതിന്റെ മിഡിൽ സ്ക്രൂ ലൂസ് ആണെങ്കിലും ഉപയോഗിക്കരുത്. നെക്സ്റ്റ്, യൂസ് പ്രൊട്ടക്റ്റീവ് ഫുട്വെയർ. നല്ല ഷൂസ് ധരിച്ചാൽ കാൽപാദങ്ങളിൽ സിസേഴ്സ് വീണിട്ടുണ്ടാവുന്ന ഇഞ്ചുറി തടയാൻ പറ്റും. Free the work surface and floor of debris and other ways to avoid tripping and falling. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവും അതുപോലെ തന്നെ തറയും മറ്റും വൃത്തിയായി സൂക്ഷിക്കുക. അങ്ങനെ സൂക്ഷിക്കുന്ന വഴി നമ്മൾ തടഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ തെന്നി വീഴുകയോ ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും.
അടുത്തത് നീഡിൽസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. Keep needles and pins at fixed place, such as in a special box, and small tools in separate bags or boxes. Do not leave them at the workplace. സൂചിയും പിന്നുകളും മറ്റും അതിൻ്റെതായ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത്, ഉദാഹരണത്തിന് പ്രത്യേകമായി ഉണ്ടാക്കിയ പെട്ടികളിലോ അല്ലെങ്കിൽ ചെറിയ ടൂൾ ബോക്സുകളിലോ സൂക്ഷിക്കുക. അല്ലാണ്ട് അത് ജോലി സ്ഥലത്ത് അലക്ഷ്യമായിട്ട് സൂക്ഷിക്കരുത്. Do not hold the needles, pins, etc. in your mouth or tuck them in clothes. Do not leave it in the fabric too. നമ്മൾ പിന്നോ അല്ലെങ്കിൽ നീഡിലോ ചുണ്ടുകൾക്കിടയിൽ കടിച്ചു പിടിക്കുകയൊക്കെ ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിലോ വല്ലതൊക്കെ കുത്തിവെക്കുകയും ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ തുന്നാൻ എടുക്കുന്ന തുണിയിലും നീഡില് കുത്തിവെച്ചേക്കരുത്. നെക്സ്റ്റ്, അയണിങ്. അയണിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ചെക്ക് ഫോർ എനി ഫോൾട്ട്സ് വിത്ത് ദ കോഡ് ബിഫോർ യൂസിങ് ഇറ്റ്. ഇലക്ട്രിക് അയണിന്റെ വയർ അല്ലെങ്കിൽ കേബിളിന് എന്തെങ്കിലും കേടുണ്ടോ ഇല്ലയോ എന്ന് ഉപയോഗിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം. ടേൺ ഓൺ ആൻഡ് ഹോൾഡ് ദ പ്ലഗ് വിത്ത് ഡ്രൈ ഹാൻഡ്സ്. ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഓൺ ആക്കുമ്പോഴോ അല്ലെങ്കിൽ അത് സ്പർശിക്കുമ്പോഴോ കൈകളിൽ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. Place the iron only in the heat resistant stand. ചൂട് താങ്ങാൻ പറ്റുന്ന സ്റ്റാൻഡിൽ മാത്രമേ ചൂടാക്കിയ അയൺ ബോക്സ് വയ്ക്കാവുള്ളൂ. Ensure that the cord does not touch the iron sole plate while ironing. അയണിന്റെ ചൂടുള്ള ഭാഗത്ത് ഇലക്ട്രിക്കൽ വയർ തൊടുന്നില്ല എന്ന് അയണിങ് ചെയ്യുമ്പോൾ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ്, സെലക്ട് ആൻ അയണിങ് മോഡ് ദറ്റ് ഈസ് ഹീറ്റിംഗ് ടെമ്പറേച്ചർ സൂട്ടബിൾ ഫോർ ദ ഫാബ്രിക് ടു ബി അയൺഡ്. നമ്മൾ അയൺ ചെയ്യാൻ എടുക്കുന്ന തുണിക്ക് അനുയോജ്യമായ താപനില സെറ്റ് ചെയ്തിട്ട് വേണം അയണിങ് ചെയ്യുവാൻ. നെക്സ്റ്റ് ഈസ് സേഫ്റ്റി ആൻഡ് നാവിഗേഷൻ സിംബൽസ്. സുരക്ഷിതത്വമായി നമ്മൾ ഒരു ഫാക്ടറിയിൽ കൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ മൂവ് ചെയ്യുമ്പോഴോ ശ്രദ്ധിക്കേണ്ടതായ ചില അടയാളങ്ങൾ. Safety symbols are those used for warning and protection to be taken. Navigation symbols are used to show the direction or placement of certain object or department. സുരക്ഷിതത്വത്തിന് കാണിക്കുന്ന അടയാളങ്ങൾ അല്ലെങ്കിൽ സിംബൽസ് നമുക്ക് മുന്നറിയിപ്പ് അല്ലെങ്കിൽ വാർണിംഗ് തരുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് സുരക്ഷിതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്നതിനുള്ള അടയാളങ്ങളാണ്. നാവിഗേഷൻ സിംബൽസ് ആകട്ടെ നമ്മൾ ഏത് ദിശയിൽ പോകണം അല്ലെങ്കിൽ എവിടെയാണ് ചില ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ചെറിയ വസ്തുക്കൾ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ വെച്ചിരിക്കുന്നതെന്നൊക്കെ കാണിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ താഴെ ഡിസ്പ്ലേ ചെയ്യാം.
ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു ഇൻഡസ്ട്രിയിലുള്ള അടയാളങ്ങൾ അല്ലെങ്കിൽ സൂചികകൾ. ഇത് ഏതാനും ചിലതേ ഉള്ളൂ, ഇനി ഒരുപാടുണ്ട്, എല്ലാം കൂടെ ഇവിടെ കാണിക്കുന്നില്ല എന്ന് മാത്രം.